മേശ തുടച്ചോണ്ടാ. അപ്പൊ നിനക്കറിയാം ഞാൻ മേശ തുടക്കുവാന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ വർക്കൗട്ട് ചെയ്യുവാന്ന്. അല്ല സണ്ണി, നിന്റെ അച്ഛൻ. അച്ഛനെ വിളിച്ചോണ്ടല്ലേ? അച്ഛനെ വിളിച്ചാലും കിട്ടൂല. 399 രൂപയ്ക്ക് റീചാർജ് ചെയ്താലും ഇനി അച്ഛനെ വിളിച്ചാൽ കിട്ടും. അല്ല പിന്നെ നിങ്ങൾ കഴിച്ചാ? ഞാൻ പുറത്ത് വെച്ച് കഴിച്ചു. സാധാരണ നമ്മളൊക്കെ വായിൽ വെച്ചാണ് കഴിക്കണത്. ആദ്യമായിട്ടാണ് ഒരാൾ പുറത്ത് വെച്ച് കഴിക്കണല്ലോ. ഞാൻ പുറത്ത് വെച്ച് കഴിച്ചെന്നില്ല, ഞാൻ പുറത്ത് പോയി കഴിച്ചെന്ന്. അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ച്. നിങ്ങളുടെ ഭാര്യ ഇവിടെ ഒരുത്തി ഉണ്ടെന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ടോ? ഞാൻ കഴിച്ചൊന്നൊരു വാക്ക് നിങ്ങൾ ചോദിച്ചോ മനുഷ്യ? നിങ്ങൾ ചോദിച്ചോ ഞാൻ കഴിച്ചോന്ന്? ഒന്ന് നിങ്ങൾ ചോദിക്ക്, ഒന്ന് ചോദിക്ക് മനുഷ്യ അങ്ങോട്ട്. നീ കഴിച്ചോ? ഞാൻ കഴിച്ചാൽ എന്താ, ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്താ? നിങ്ങളെ പുറത്തെ മൂക്ക് മുട്ട അടിച്ച് കയറ്റി തിന്നിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിക്കണം ഞാൻ കഴിച്ചാൽ. നിങ്ങൾക്ക് നോണം ഉണ്ടോ? പക്ഷെ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഇനി ഇട്ടേക്കുന്നുണ്ട് ഉടുപ്പല്ലെന്ന് ഉളുപ്പ്. വെറുതെ ആവശ്യമില്ലാതെ വഴക്കിന് വരരുത്. എനിക്ക് നമ്മുടെ നാടൻപാട്ട് സംബന്ധിച്ച റിഹേഴ്സൽ തുടങ്ങാനുള്ളയാ. നാടൻ പാട്ടുകാരന്റെ പേരെന്തരായിരുന്നു? ടിൻഡു. ഒരു നാടൻ പാട്ടുകാരന്റെ പേര് ടിൻഡു. ഒരു നാടൻ പാട്ടുകാരൻ എന്നൊക്കെ പറയുമ്പോ പേര് കേൾക്കും, ഒരു ഗുമ്മ വേണ്ടേ? ഗുമ്മ് കേൾക്കുമ്പോ ഗുമ്മുണ്ടാക്കാനേ ഞാൻ എന്റെ പുറകിന്റെ പേരിലൊരു ഗുമ്മ അങ്ങോട്ട് ഇടാം. ടിൻഡു ഗും. അയ്യോ എന്റെ പൊന്ന് ചേച്ചിമാരെ, നിങ്ങൾ കേക്കണം. കഴിഞ്ഞ വർഷത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് ഇങ്ങേർക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് പരിപാടി അവതരിപ്പിച്ച് നമ്മളെ നാടൻ പാട്ട് 350 പേര് കാണാനുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരേ ഒരാൾ മാത്രം കൈയടിച്ച്. ഒരാളെങ്കിലും എന്നെ അംഗീകരിച്ചല്ലോടി. അംഗീകാരം എന്തൊക്കെ കണ്ടിട്ടടാ കൈയടിച്ചെന്നും പറഞ്ഞോണ്ട് കമ്മറ്റിക്കാരെ അവനെടുത്തിട്ട് അടിച്ചു. മനുഷ്യ മര്യാദക്ക് നിർത്തിക്കോ നിങ്ങളുടെ നാടൻ പാട്ട്. ആഴ്ച ലോൺ ഈ ആഴ്ചയും കൂടെ അടച്ചില്ലെങ്കിലേ ആ പെണ്ണി വീട്ടിൽ കയറി താമസിക്കും. അവൾ ഇവിടെ വന്ന് താമസിക്കുവാണെങ്കിൽ നീ നിന്റെ വീട്ടിൽ പൊക്കോ. വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത്? എന്നാലും നിങ്ങൾ പൈസ അടക്കൂലല്ലേ? അടുത്ത പരിപാടിക്ക് നിന്റെ അച്ഛനും കൂടെ വിളിക്കണം കേട്ടോ. നിങ്ങൾ പരിപാടി അവതരിപ്പിക്കുമ്പോ നിങ്ങളുടെ അച്ഛനെ വിളിക്കണത് പോരെ, ഇനി എന്റെ അച്ഛനെയും കൂടെ വിളിക്കണോ? അതല്ലെന്ന്, നിന്റെ അച്ഛനെ പരിപാടി ചെയ്യാൻ വിളിക്കണോന്ന്. അയ്യോ എന്റെ അച്ഛന് നാടൻ പാട്ട് അറിഞ്ഞൂടാ. അയ്യോ പാടാനില്ല, വേഷം കെട്ടാൻ. അപ്പൊ എന്റെ അച്ഛൻ വേഷം കെട്ടാനാ? ഒന്നും അറിയാത്ത പോലെ. നിന്റെ അമ്മ എപ്പോഴും നിന്റെ അച്ഛനോട് എന്തുവാ പറയുന്നത്? മനുഷ്യ വേഷം കെട്ടേ നിർത്താൻ, നിങ്ങളെ വേഷം കെട്ടി ഇവിടെ എടുക്കലെന്നല്ലേ. ആ വീട്ടിൽ കാണിക്കുന്ന വേഷം കെട്ടി സ്റ്റേജിൽ വന്ന് കാണിക്കാറുണ്ടല്ലോ, 5 പൈസ കിട്ടും. അല്ല ബെസ്റ്റ് ആളാണ് ഈ പറയണത്. അല്ലെങ്കിലേ നിങ്ങൾ ജോലിക്കും കൂലിക്കും പോലെ വേഷം കെട്ടി നടക്കണമെന്നാണ് നാട്ടുകാർ പറയണത്. അതെങ്ങനെ ബോധം പോയില്ലേ? ഗോതമ്പ് പോയതോ? അത് പിന്നെ റേഷൻ കടയിൽ നിന്ന് വരുന്ന വഴിക്ക് സഞ്ചി ഓട്ടയായിരുന്നു, അതുകൊണ്ടാ ഗോതമ്പ് താഴെ പോയത്. എടോ മണ്ട ശിരോമണി, ഗോതമ്പ് പോയെന്നല്ല ബോധം പോയെന്ന്. എന്റെ ബോധം പോയാ? അപ്പൊ എനിക്ക് ബോധമില്ലായിരുന്നടി. എത്ര കൊല്ലായി ബോധം പോയിട്ട്? 5 കൊല്ലം. 5 കൊല്ലം ഞാൻ ബോധമില്ലാത്തവനായിരുന്നല്ലേ? ഈ 5 കൊല്ലം എനിക്ക് ബോധമില്ലാത്തോണ്ടായിരിക്കും 4 കൊല്ലം മുമ്പ് നിന്നെ ഞാൻ കെട്ടാൻ സമ്മതിച്ചത്. 6 കൊല്ലം മുമ്പങ്ങാണ് ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. മനുഷ്യ എന്റെ വാക്കാത്തിരിക്കുന്നത് നിങ്ങൾ കേക്കും. ഹലോ എടാ നിനക്ക് ഈ മാസം പരിപാടി വല്ലതും ഉണ്ടോടാ? ഈ മാസം പരിപാടി ഇല്ല. അടുത്ത മാസം ബുക്കിംഗ് വല്ലതും ആയോ? അടുത്ത മാസം ബുക്കിംഗ് ഒന്നുമില്ല. കാര്യം വിളിച്ചു പറയടാ. അല്ലടാ എനിക്ക് 2 മാസത്തെ ഒരു പെയിന്റിങ്ങിന്റെ കൊട്ടേഷൻ ഉണ്ടായിരുന്നു, നിനക്കൊന്ന് വരാവോ? പണിക്ക് വിളിക്കുന്നവനെ എടി നമ്മുടെ ആ ചെക്കനെ സതീശനില്ലേ, അവനാ പ്രോഗ്രാമില്ല, അവന്റെ കൂടെ പണിക്കുകയില്ല. പണിക്ക് വിളിച്ചത് ഇപ്പൊ കുറ്റം. ലോണുകാര് വന്ന് അച്ഛൻ വിളിക്കുമ്പോ ഒരു കൂസലുമില്ല. എന്താ സന്തോഷം, അല്ലെങ്കിൽ തന്നെ എന്റെ വിധി അല്ലാതെ. ഇന്ത്യ വരം പോലെ രഘുളോള്, ഇന്ദ്രധനുസിൽ പിറന്നവള്, കുന്തിരിക്കത്തിൻ മണമുള്ളോള്, ചുണ്ടിൽ വിരിയും കരിക്കിൻ മുള്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. എടി ഈ സീസൺ നമുക്ക് പരിപാടി കിട്ടും, നമ്മള് തകർക്കും, പൈസയും കിട്ടും. നടന്നാ മതിയായിരുന്നു. പൈസ കിട്ടിയിട്ട് എന്തിനടി നടക്കണം? ഒരു ഓട്ടോ വിളിച്ചങ്ങ് പോയപ്പോട്ടെ. നമസ്കാരം, ഞാൻ കമ്മിറ്റി പാടത്തുനിന്ന് വരെയാണ്. പാടത്തുനിന്ന് വരെ താനെ ഞാൻ വെള്ളക്കൊക്കോ. ശരിയേ, ഞാൻ പോവാണേ. ശരി. ഒരുപാട് പ്രതീക്ഷയായിട്ട് വന്നതാ. ഇവിടെ വന്നപ്പോ അതെല്ലാം തീർന്നു. കുട്ടി വന്ന കാര്യം പറയൂ. ചേട്ടാ എനിക്കൊരു നാടൻ പാട്ട് പാടാൻ അവസരം തരോ? ഒരു ജോലി ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. ഇവിടെ ജോലി മിക്കവാറും അതൊക്കെ നടക്കത്തുള്ളൂ. അല്ല, മുന്നോട്ട് ജീവിക്കണമെന്നുള്ള താല്പര്യമാണല്ലോ കുട്ടി ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. അല്ല, കുട്ടിക്ക് നാടൻ പാട്ടിനോട് താല്പര്യം എന്താണ്?
മണിച്ചേട്ടന്റെ പാട്ട് കേട്ട് വളർന്ന ആർക്കാ ചേട്ടാ നാടൻ പാട്ട് ഇഷ്ടമല്ലാത്തെ? അത് ശരിയാ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പള്ളി കറി മീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ. അടിപൊളി. അല്ല കുട്ടി ഇതിനു മുമ്പ് ഏത് സമ്മതിയിലായിരുന്നു? സുമതിയോ? അതാരാ ചേട്ടാ? സുമതിയല്ല, ഏത് സമ്മതിയിലായിരുന്നു? സമതി അത് നിറനിലാവ് നാട്ടുകൂട്ടം പിറവ. അല്ല, അവിടുന്ന് പോന്നത് ബസ്സിൽ നിന്നാണ് വന്നത്. അവിടുന്ന് എങ്ങനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്നല്ല, അവിടുന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചടാ. അത് ചേട്ടാ ഇപ്പൊ ഞാൻ ഇവിടെ അടുത്താണ് താമസം, അതുകൊണ്ടാ. കുട്ടി, നമ്മൾ ഇവിടെ പാടുന്നത് വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളാണ്. ഉദാഹരണത്തിന് പടക്കള്ളൻ തന്നിൽ ഒരു മഹാവിരുദൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, ഇശബഹുകേമമാണല്ല, നല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താഗ്രത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താഗ്രത്താതെ. ഇങ്ങനത്തെ പാട്ടുകൾ. ഓ അടിപൊളി. ഞാൻ ഫ്യൂഷൻ സോങ് ആണ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി ഫാഷനാണ്. ഓ ഫാഷൻ അല്ല, ഞാൻ ഫ്യൂഷൻ സോങ്സാ പാടാറുള്ളത്. എന്നാ ഒരു പാട്ട് പഠിക്കൂ കുട്ടി. ഇപ്പൊ പാടാമേ. Ready, 1, 2, 3, start. തന്ത്രമൊന്നും പറയില്ലടാ, കുടിച്ച കല്ല് കല്ലമൊന്നും പറയില്ലടാ, തന്ത്രമൊന്നും പറയില്ലടാ, കുടിച്ച കല്ല് കല്ലമൊന്നും പറയില്ലടാ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. ആര് മനുഷ്യ? അറിയില്ലടാ. നമ്മുടെ സമനിലൂടെ പാട്ട് പാടാമെന്ന കൊച്ചാടി. എന്താ ഇങ്ങനെ നോക്കുന്നേ? എനക്കൊല്ല കുഴപ്പമുണ്ടാ നോക്കി. കുഴപ്പമുള്ളവളെ ഇവളിവിടെ നിർത്തത്തില്ല, ഇതെന്റെ ഭാര്യയാണ്. എന്താ? കാരണം ഒരു വീട്ടിൽ രണ്ട് കുഴപ്പക്കാർ വരാൻ പറ്റത്തില്ലല്ലോ. കുഴപ്പക്കാരൻ ഞാൻ. കറക്റ്റ് അല്ലേ? മറക്കരുത്. പിന്നെ ഇവിടെ ഒന്നും ശരിയാവൂല. ഇവിടെ സമ്മതിയേ ആവശ്യമില്ല. അപ്പോഴാണ് കൊച്ചിനെ പോണ്ട ഇങ്ങോട്ട്. സമതി ആവശ്യമില്ലെന്നാ? എനിക്ക് സമ്മതിയൊന്നും വേണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് 1.5 മണിക്കൂർ നിന്നങ്ങ് പാടും. 1.5 മണിക്കൂറോ? എന്നിട്ട് ഇങ്ങനെ 1.5 മണിക്കൂർ നിന്ന് പാടുമ്പോഴത്തേക്ക് നേരം വെളുക്കും. കമ്മറ്റിക്കാർ ഉറങ്ങാനും പോവും. ആ സമയം നോക്കി ഇങ്ങനെ വീട്ടിലും വരും. സംസാരിക്കടാ പറഞ്ഞോ. നമ്മുടെ സാധാരണ സമിതി കൂട്ടല്ല, നമ്മുടെ എല്ലാ പാട്ടിനും ദൃശ്യാവശിഷ്ടങ്ങളുണ്ട്. കുട്ടി മയിലാട്ടം കണ്ടിട്ടുണ്ടോ? അത് നമ്മളെ ജയറാമേട്ടന്റെ സിനിമ. അടിപൊളി സിനിമ. പരുന്ന് നമ്മളെ മമ്മൂക്കാരെ സിനിമ. ഈയെ പിടിക്കാനായിട്ട്. അയ്യോ, പുലിയെ പിടിക്കാൻ പോയ നമ്മളെ ലാലേട്ടൻ മറ്റേ പുലിമുരുക സിനിമയല്ലേ? ഇപ്പൊ മനസ്സിലായി ആദ്യത്തെ സമിതി എന്തുകൊണ്ടാ പറഞ്ഞു. തന്നെ അതുകൊണ്ട് ഈ പെണ്ണിനോട് ആശയല്ലേ പോണേ. എന്നെ പറഞ്ഞോളല്ലേ ചേച്ചി, എന്റെ വീട്ടില് മുഴുവൻ പട്ടിണിയായിരുന്നു. സമിതി പാടാൻ ചെന്നതിന് ശേഷം എന്റെ ജീവിതം ഒന്ന് മെച്ചപ്പെട്ടത്. ചേച്ചി എന്നെ ഈ സമിതി വിളിക്കണം ചേച്ചി, പ്ലീസ് ചേച്ചി, അല്ലെങ്കിൽ ഞാൻ പട്ടിണിയായി പോവും ചേച്ചി, പ്ലീസ്. ഈ സമിതിയിൽ വന്നാലും വന്നില്ലേലും പട്ടിണി തന്നെ. കുട്ടി പേടിക്കണ്ട. ഈ വർഷം മുതൽ എന്റെ ഐഡിയയിലാണ് പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് പരിപാടി ആർക്കും വിളിക്കാൻ പറ്റത്തില്ല. അതെന്താ? ഇങ്ങനെ ഐഡിയ ഇല്ല. അത് തന്നെ താനെ പൊളിഞ്ഞോളും. ആരും മെനക്കെട്ടൊന്ന് പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംസാരിക്കടാ. അത് ഓർമ്മയിരിക്കണം. എടി നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. നിനക്കറിയാത്തോണ്ടാ. എന്റെ കാരണന്മാരൊക്കെ വെടക്കായിരുന്നു. നിങ്ങളുടെ കാരണവന്മാര് മാത്രല്ല, നിങ്ങളും വെടക്കിയത്. അതല്ല, എന്റെ കാരണന്മാര് കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ പാട്ടുപാടി നടന്നവരാ. അത് സത്യമാണ് ചേട്ടാ ഇങ്ങേര് പറഞ്ഞത്. ഇങ്ങേരെ കാരണവന്മാര് ട്രെയിനിൽ കയറി തെക്കേ വടക്കേ എന്നും പറഞ്ഞോണ്ട് പാട്ട് പാടിക്കൊണ്ട് നടക്കും. അതാണ് ഇങ്ങേര് പറഞ്ഞത്. എടോ തനിക്ക് താളം തെറ്റാ ഒരു പാട്ട് പാടാൻ പറ്റുമോ? തനിക്ക് താളം തെറ്റാ? പിടിച്ചോ. കുറുംകുട്ടി ചാത്താ നീ, കുറുപടിക്കാരാ നീ, കുറുവടി കിലുകിലുങ്ങണ താളം തല്ലി നീ വാ മകനെ. കുറുംകുട്ടി ചാത്താ നീ, കുറുവടിക്കാരാ നീ, കുറുവടി കിലുകിലുങ്ങണ താളം തല്ലി നീ വാ മകനെ. സ്റ്റേജിപ്പാറിയുണ്ടല്ലേ, നാട്ടുകാരൊക്കെ എണ്ണയ്ക്കും തുള്ളും. ആ നിങ്ങളിങ്ങനെ പാടി കഴിഞ്ഞാൽ നാട്ടുകാർ ഇളകി തുള്ളിക്കൊണ്ട് വരും. നിങ്ങളെ കൊല്ലേ. ചേട്ടാ അടിപൊളി പാട്ട്, ഒരു രക്ഷയില്ല. അണ്ണേ നിങ്ങളെ പാട്ടിന് മാർക്കിടാൻ അടി ഇങ്ങോട്ട് വന്നത്. കൂടുതൽ സംസാരം ഒന്നും വേണ്ട, പോവാൻ നോക്ക്. എടി നിനക്ക് ഇതൊക്കെ വരുന്നത് നിനക്ക് ഈഗോ അടിക്കുവാ. എനിക്ക് ഈഗോ മാത്രമല്ലേ അടിക്കണുള്ളൂ. നിങ്ങൾ പോയി പരിപാടി അവതരിപ്പിക്കുമ്പോ നാട്ടുകാർ നിങ്ങളെ എടുത്തിട്ട് അടിക്കണില്ലേ? എടി നിനക്കറിയാത്തോണ്ടാ. ഈ നാടൻ പാട്ട് പറയുന്നത് ഒരു മഹത്തായ കലയാണ്. അത് നിനക്കറിയാവോ? എനിക്കറിയാം. നിങ്ങൾക്കറിയാവോ? പിന്നെ
ഇന്നലെ കൂടെ അല്ലേടി നീ എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ ഇത്ര പെട്ടെന്ന് മറക്കൂ? മനുഷ്യ മര്യാദക്ക് നിർത്തിക്കോ നിങ്ങളുടെ പാത്തും കൂത്തും കൂത്തും പാത്തും ആട്ടും കൂട്ടും. ഞാൻ പാട്ട് നിർത്തിക്കോളാം. ആ മര്യാദക്ക് നിർത്ത്. ഇവിടെ പറഞ്ഞോട് പോ പോ. എടി നീ എന്തുവാടി ആ കൊച്ചു വന്നപ്പോ തൊട്ട് ഈ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞുവിടാ ഇത്ര നിർബന്ധം? എന്റെ പൊന്നു കൊച്ചേ, പണ്ട് നീ ഇപ്പൊ ഇങ്ങനെ സമിതി ഒരു അവസരം ചോദിച്ചു വന്നില്ലേ, അതുപോലെ വന്നതാണ് ഞാൻ. ഞാനിപ്പൊ ഇങ്ങേരുടെ ഭാര്യയായി. അതുകൊണ്ടേ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കൂലേ. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? പച്ചക്കറിക്കായ തട്ടിൽ